ഹായ്, ഞാൻ RJ ഹരിചന്ദ്ര മഠം. നമ്മൾ 20 വയസ്സിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ ലളിതമായിരിക്കും. നമുക്ക് സമയമുള്ളപ്പോൾ കറങ്ങി നടക്കാൻ പറ്റും, കാശുള്ളപ്പം ആവശ്യമുള്ളതിന് എല്ലാം ചിലവാക്കാൻ പറ്റും. പക്ഷേ 30 വയസ്സിന് ശേഷം നമ്മുടെ കാര്യങ്ങളെല്ലാം ഒന്ന് മാറി മറിയുകയാണ്. ശരിക്കും പറഞ്ഞാൽ 30 എന്ന് പറയുന്നത് ഒരു നമ്പറല്ല, അത് ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. നമ്മുടെ ശരീരം ചില മാറ്റങ്ങളൊക്കെ കാണിക്കും, നമ്മുടെ ചുറ്റുപാടുമുള്ള ഉത്തരവാദിത്വങ്ങൾ കൂടി വരും, മനസ്സംഘർഷം ഈ സമയത്ത് പതിവിലേറെ കൂടിയിരിക്കും. ജീവിതത്തിൽ കുറേയധികം കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് തോന്നും, എന്നാൽ ചുറ്റുപാടുകളിൽ നിന്ന് സമ്മർദ്ദവും മുന്നിൽ പ്രതിസന്ധികളും കുന്നുകൂടും. അപ്പോൾ പലർക്കും ഉള്ളിലൊരു തോന്നലുണ്ടാകും, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്, എന്നിൽ എന്ത് മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടത്. 30ാമത്തെ വയസ്സിൽ നമ്മൾ ചില കാര്യങ്ങളിൽ ഒരു മാറ്റം വരുത്തണം. ഇല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ അന്നേ കാലത്ത് ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എത്രമാത്രം മെച്ചപ്പെടുമായിരുന്നു, എൻ്റെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊന്നും അതുമൂലം വന്നുകൂടുമായിരുന്നില്ല എന്നൊക്കെ നമുക്ക് ദുഃഖത്തോടെ ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ 30കളിൽ മാറുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാകുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഓരോരുത്തരും 30 വയസ്സിന് മേൽ വരുത്തേണ്ടുന്ന പ്രധാനപ്പെട്ട 10 മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും ഈ 10 മാറ്റങ്ങളിലേക്ക് പെട്ടെന്ന് കടക്കാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. സാരമില്ല, നിങ്ങൾ വരുത്തുന്ന 1-2 മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രതിഫലനങ്ങളായിരിക്കും നൽകുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നെ പടിപ്പടിയായിട്ട് ഓരോ മാറ്റങ്ങളിലേക്കും ചെന്നുകൂടാൻ പ്രയാസവും ഉണ്ടാവുകയില്ല. ഈ വീഡിയോയിലൂടെ നിങ്ങളെ കുറച്ച് ഉപദേശിക്കാം എന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ പരിവർത്തനം വരുത്തേണ്ടുന്ന ചില കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷന് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. മാത്രമല്ല, നിങ്ങൾ കൃത്യമായി വരുത്തേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തത് ഹെൽത്താണ്. അതെ, ആരോഗ്യത്തെ സീരിയസ് ആയിട്ട് കാണണം. മുൻകാലങ്ങളെപ്പോലെ നമുക്ക് എന്തും വാരി വലിച്ച് കഴിക്കേണ്ടുന്ന ഒരു പ്രായമല്ല ഇത്. ശരീരം ചില മാറ്റങ്ങളൊക്കെ കാണിക്കും. കൂടുതലായിട്ട് മധുരവും മറ്റ് കാർബോഹൈഡ്രേറ്റും എല്ലാം വാരി വലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഫാറ്റി ലിവർ ഉണ്ടാകും, പ്രമേഹ സാധ്യതകൾ, ജങ്ക് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് പ്രഷർ സാധ്യതകൾ, ഇവയെല്ലാം ഉണ്ടായി വരും. അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ നല്ല നിയന്ത്രണം പാലിക്കേണ്ടുന്ന കാലഘട്ടമാണിത്. ഭക്ഷണത്തിൽ നിയന്ത്രണം മാത്രം പോരാ കേട്ടോ, ഡയറ്റിനോടൊപ്പം തന്നെ നമ്മൾ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുന്നുണ്ടോ, ശരിയായ പാതയിലൂടെയാണ് നമ്മുടെ ആരോഗ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ 30കൾ എന്ന് പറയുന്ന ആ സമയമുണ്ടല്ലോ, നമ്മുടെ രോഗങ്ങളൊന്നും പിടിക്കാതെ നല്ല ആരോഗ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത് നമ്മുടെ കർമ്മശേഷിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. രണ്ടാമത്തത് സാമ്പത്തിക സുരക്ഷിതാവസ്ഥ. പലർക്കും ഒരു ജീവിതം ആകുന്നത് 10-40 വയസ്സിലെത്തിയിട്ടാണ്. അത്രയും കാലയളവിൽ അവർ ആഘോഷിച്ച് നടക്കുകയാണ്. എപ്പോഴും ജീവിതം ആഘോഷിക്കണം എന്ന് ചിന്താഗതിക്കാർ പലപ്പോഴും നാളത്തേക്കുള്ള കരുതലുകൾ ഉണ്ടാക്കി വയ്ക്കാറില്ല എന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിന് വേണ്ടിയിട്ട് സാമ്പത്തികപരമായിട്ടുള്ള ഒരു സുരക്ഷിത മേഖലയിലെത്തണം. ഒപ്പം തന്നെ ജീവിതത്തെ ആസ്വദിക്കുകയും വേണം. കൃത്യമായി പറഞ്ഞാൽ നമുക്ക് ബാങ്ക് ബാലൻസ് വേണം, ഹെൽത്ത് ഇൻഷുറൻസ് വേണം, ടേം ഇൻഷുറൻസ് വേണം. ഒപ്പം തന്നെ നല്ലൊരു ഇൻകം ലഭിക്കുന്ന തൊഴിൽ നമുക്കുണ്ടായിരിക്കണം. ഇതൊക്കെ 30കളുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ പലരും സാമ്പത്തിക നില മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും കടമെടുത്തും പലതും വിറ്റുപറക്കിയൊക്കെ പലരും തങ്ങളുടെ ആഡംബരത്തിന് വേണ്ടി ചിലവഴിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ 30 കാലയളവിൽ നമ്മൾ ചെറിയ തോതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയാൽ ഒരു 45 വയസ്സൊക്കെ എത്തുമ്പോൾ നല്ലൊരു തുക നമ്മുടെ കൈവെള്ളയിൽ ഉണ്ടായിരിക്കും. പലപ്പോഴും നാളെ ആകട്ടെ എന്നുള്ള രീതിയിൽ പലരും സാമ്പത്തിക കാര്യങ്ങളെ നീക്കി വയ്ക്കാറുണ്ട്. കാരണം നമുക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മിച്ചം പിടിക്കാമെന്ന് പറഞ്ഞ് കരുതിയിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കുകയില്ല. പകരം നമ്മൾ ആദ്യം മാറ്റിവെക്കേണ്ടുന്ന തുകയെ മാറ്റിവെച്ചിട്ട് നമ്മുടെ ചിലവുകൾക്ക് വേണ്ടിയിട്ട് ബാക്കി തുകയെ വിനിയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ നമുക്ക് വരികയും നമ്മുടെ ജീവിതം കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയും നമ്മുടെ സാമ്പത്തിക സുരക്ഷ ഭംഗിയാവുകയും ചെയ്യുന്നതാണ്. മൂന്നാമത്തെ കാര്യം
അനാവശ്യമായിട്ടുള്ള സുഹൃത്തുക്കളെയും ബന്ധങ്ങളെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. 20കളുടെയും 30കളുടെയും ഇടയിൽ നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കും. സുഹൃത്തുക്കൾ നമുക്ക് വളരെ ആഹ്ലാദങ്ങൾ നൽകുന്നതാണെങ്കിലും പലപ്പോഴും എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല. നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നവർ, തെറ്റായ വഴിക്ക് നയിക്കുന്നവർ, നമ്മളെ എന്തിനും ഏതിനും കളിയാക്കുന്നവർ, നമ്മുടെ ധൈര്യത്തെ ചോർത്തിക്കളയുന്നവർ, നമ്മുടെ കോൺഫിഡൻസിനെ നശിപ്പിക്കുന്നവർ, അങ്ങനെ കുറച്ച് പേരെങ്കിലും നമ്മുടെ ബന്ധുവലയങ്ങളിൽ കാണും. തീർച്ചയായിട്ടും 30കൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവരിൽ നിന്ന് ബോധപൂർവം അകലുക തന്നെ വേണം. കാര്യം ഇവർ ഓരോ ചുവടിലും നമ്മളെ താഴേക്ക് പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാത്ത, നമ്മൾക്ക് എല്ലാ കാര്യത്തിലും പിന്തുണ നൽകുന്ന, നമ്മളെ പ്രോത്സാഹിപ്പിച്ച് മുന്നേറാൻ സഹായിക്കുന്ന ഏതാനും പേർ, അത് 1-2 പേരൊക്കെ മതി നമ്മുടെ സൗഹൃദ വലയത്തിൽ. അത് തന്നെയായിരിക്കും നമുക്ക് ധാരാളം. അല്ലാതെ എപ്പോഴും എൻഗേജഡ് ആക്കുന്ന, നമ്മുടെ സമയത്തെ കൊല്ലുന്ന സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും ബന്ധുബന്ധങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക എന്നത് 30ൻ്റെ ആദ്യ ചുവടുവയ്പിൽ തന്നെ വേണ്ടതാകുന്നു. 4-മത്തേത് നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് തുടരണം എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ളവരിൽ മിക്കവരിലും 30 വയസ്സോടുകൂടി അവരുടെ പഠനം നിലയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് തൊഴിലിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടവും കുറുകോട്ടമൊക്കെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് 30കൾക്ക് ശേഷവും നമ്മൾ പഠിക്കണം, നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് കൂട്ടണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാകട്ടെ, നമ്മളും നമ്മുടെ സുഹൃത്തും ഒരേ കാലയളവിലാണ് ജോലിയിൽ പ്രവേശിച്ചത്. നമ്മൾ ടെസ്റ്റുകളൊക്കെ എഴുതി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് മുന്നേറിപ്പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് സുഹൃത്തിനേക്കാൾ വളരെ ഉയർന്ന നിലയിലേക്ക് വളരാൻ പറ്റും. പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് കൂട്ടാതെ, നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആരംഭിക്കുന്ന ആ സമയം തൊട്ട് തന്നെ ഒരേ നിലവാരത്തിൽ പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ മാനേജ്മെൻറ്റിന് ചിലപ്പോൾ എന്തെങ്കിലും ദയാദാക്ഷിണ്യം തോന്നി സ്ഥാനക്കയറ്റം തരുന്നെങ്കിലേ ഉള്ളൂ. പക്ഷേ നമ്മൾ കഴിവ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിർബന്ധമായും നമ്മളെ ഉയരത്തിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ. കാരണം ഇല്ലെങ്കിൽ മറ്റ് കമ്പനികൾ നമ്മളെ ഏറ്റെടുക്കാനുണ്ടായിരിക്കും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റിന് എപ്പോഴും ഒരു സമയം കണ്ടെത്തിയിരിക്കണം. 5-മത്തെ കാര്യം, മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകണമെന്നുള്ളതാണ്. 30 വയസ്സിന് മേൽ കുറച്ച് സമ്മർദ്ദം കൂടുന്ന കാലഘട്ടമായിരിക്കും. ഈ സമയത്താണ് വിവാഹം, വീട് പണി, സഹോദരങ്ങളുടെ മംഗല്യകാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടി വരുന്നത്, തൊഴിലിലുണ്ടാകുന്ന അനിശ്ചിതത്വങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഒരു വ്യക്തിക്ക് ആങ്സൈറ്റി കൂടി വന്നേക്കാം. ഈ സമയത്ത് സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നവർ അതിലേക്ക് കുറച്ച് നേരം കൊടുക്കുക. ധ്യാനം നല്ലതാണ്, നല്ല റീഡിംഗ് പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നല്ലതാണ്. ഇങ്ങനെ മനസ്സിന് സ്വാസ്ഥ്യം കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. ഇല്ലെങ്കിൽ രാവിലെ മുതൽ പാതിരാത്രി വരെ ജോലി ചെയ്ത് തളർന്ന് മയങ്ങി ഉറങ്ങുന്ന വ്യക്തികളായി നമ്മൾ മാറും. ഇത് കുറേ കാലം തുടരുമ്പോൾ നമ്മൾ വല്ലാതെ ആങ്സൈറ്റിയിലേക്കോ ഡിപ്രഷനിലേക്കോ പോയി വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിന് സ്വാസ്ഥ്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. 6-മത്തെ കാര്യം, സമയത്തെ വിലമതിക്കുക എന്നുള്ളതാണ്. 30 കഴിഞ്ഞു കഴിഞ്ഞാൽ മുൻകാലങ്ങളെ പോലെ നമുക്ക് സമയം പാഴാക്കാൻ വിട്ടുകൊടുക്കരുത്. കാരണം കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ നമ്മളെ വിളിച്ചേക്കാം, ഒന്ന് കറങ്ങിയിട്ട് വരാം, അത് ചെയ്യാം, ഇത് ചെയ്യാമെന്ന്. ചിലർക്കാണെങ്കിൽ മൊബൈൽ ഫോണാണ്, കുറേ നേരം മൊബൈൽ ഫോണിൽ കുത്തിയിരുന്ന് സമയം കളയും. ഈ പറഞ്ഞ സുഹൃത്തുക്കളും മൊബൈൽ ഫോണൊക്കെ ജീവിതത്തിന് വേണം. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെടുന്ന സമയപരിധി നമ്മൾ കുറയ്ക്കണം. മാസത്തിലൊരിക്കൽ നിങ്ങൾ സുഹൃത്തുക്കളുമായി പുറത്തേക്ക് പോകുന്നതിൽ തെറ്റ് പറയുന്നില്ല. നിങ്ങൾ 10-15 മിനിറ്റ് മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്നതിൽ തെറ്റ് പറയുന്നില്ല. പക്ഷേ ഇത് സമയം കൊല്ലുന്ന തരത്തിൽ വളർന്നുകൊണ്ടിരുന്നാൽ അതാണ് തെറ്റായിട്ട് മാറുക. അതുകൊണ്ട് തന്നെ സമയത്തെ വിലമതിച്ച് മുന്നോട്ട് പോകുക. 7-മത്തെ കാര്യം, കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കുന്ന ഒന്ന് അയാളുടെ കുടുംബം തന്നെയായിരിക്കും. ആ കുടുംബത്തിനോടൊത്ത് സന്തോഷിച്ച് ചിലവിടുന്ന സമയങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് മുതൽക്കൂട്ടായിരിക്കും. എന്നാൽ കുടുംബത്തിന് പുറത്തു പോയി സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ കുടുംബജീവിതം തകരുകയാണ് ഉണ്ടാവുക. ഇപ്പോൾ വളരെ തിരക്കുള്ളൊരു മനുഷ്യനാണ്, ആഴ്ചയിൽ 7 ദിവസവും അദ്ദേഹത്തിന് വലിയ തിരക്കാണ്. എന്നിരിക്കലും അദ്ദേഹം ആഴ്ചയിൽ ബോധപൂർവം ഒരിക്കലെങ്കിലും കുടുംബത്തോടൊപ്പം കുറേ സമയം ചെലവഴിക്കുന്നതിൽ സമയം കണ്ടെത്തിയിരിക്കണം. ഓരോ വ്യക്തിയും അത് ചെയ്യേണ്ടതാണ്. കാര്യം കുടുംബത്തെ മറന്നുകൊണ്ട് നമ്മൾ വർക്കിലേക്ക് പോവുകയോ ധനത്തിന് വേണ്ടി ഓടി നടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒടുവിൽ നമ്മൾ എന്തൊക്കെയോ നേടിക്കഴിഞ്ഞു എന്ന് ചിന്തിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കുടുംബവും കാണില്ല,
നമ്മളെ പിന്തുണയ്ക്കാൻ ഒരാളും ഉണ്ടാകാത്ത അവസ്ഥയുണ്ടായി വരും. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾക്ക് ദൃഢത കൊടുക്കേണ്ടത് 30 വയസ്സുകൾക്ക് ശേഷം അത്യാവശ്യമായ കാര്യമാണ്. 8ാമത്തെ കാര്യം ശരിയായിട്ടുള്ള ഉറക്കം വേണം എന്നുള്ളതാണ്. ശരാശരി ഒരു മനുഷ്യന് 6 മണിക്കൂർ ഉറക്കം എന്ന് പറയുകയാണെങ്കിലും 30കൾക്ക് ശേഷം നമ്മളൊരു 7 മുതൽ 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കണം. അതും പാതിരാത്രി കഴിഞ്ഞിട്ടല്ല നമ്മൾ ഈ ഉറക്കത്തിന് വേണ്ടി സമയം തിരഞ്ഞെടുക്കേണ്ടത്. അധികം വൈകാതെ ഒരു 11 മണിക്കോ 12 മണിക്ക് അകത്തോ നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കണം. ഒരു 7.5-8 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങണം. ഇത് നിങ്ങളുടെ ഊർജ്ജസ്വലതയെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ബുദ്ധിവികാസത്തെ നന്നായിട്ട് സ്വാധീനിക്കുകയും ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ പകൽ നേരത്ത് നമുക്ക് ഊർജ്ജസ്വലമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മളുടെ ശരീരവും മനസ്സും ക്ഷീണിതമായിരിക്കും. അതുകൊണ്ട് തന്നെ രാത്രിയിലെ ഉറക്കത്തെ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഇനി ചിലപ്പോൾ രാത്രി ഷിഫ്റ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ പകൽ സമയം വന്നിട്ടെങ്കിലും ആ ഉറക്കത്തെ പൂർണ്ണമായിട്ട് അത് വേണം 8-9 മണിക്കൂർ നിങ്ങൾ ഉറങ്ങി നിങ്ങളുടെ ആ ഉറക്കത്തെ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സും ശരീരവും കൃത്യമായ ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോകൂ. 9ാമത്തെ കാര്യം സെൽഫ് കോൺഫിഡൻസും സെൽഫ് ലവും വളർത്തുക എന്നുള്ളതാണ്. പലപ്പോഴും 30 വയസ്സ് കഴിയുന്ന പലർക്കും ഉണ്ടാകുന്നത് ഒരു ആത്മവിശ്വാസക്കുറവാണ്. കാര്യം ഇത്രയും കാലം അവരോടൊപ്പം കളിച്ച് കറങ്ങി നടന്ന പലരും ജീവിതത്തിൻ്റെ പല മേഖലകളിലേക്ക് ഈ സമയത്ത് ചേക്കേറിയിരിക്കും. പലരും വലിയ ഉദ്യോഗങ്ങളിലെത്തും, പലരും വലിയ പണക്കാരായിട്ട് മാറും. അപ്പോൾ ഇവരുടെ അടുത്ത് സമയം വെറുതെ തള്ളി നീക്കിക്കൊണ്ടിരുന്ന ചിലർക്കാകട്ടെ ഒന്നും എത്താൻ കഴിയാതെ വന്നിട്ട് ടെൻഷനൊക്കെ ആയി തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഈ സമയത്ത് ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്കതിനുള്ള കഴിവില്ല എന്നൊക്കെ വിചാരിച്ച് ഇവരിയ്ക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ പാടില്ല. 30കളുടെ ചുവടുവയ്പിൽ നമ്മൾ കഴിവുറ്റവർ തന്നെയാണ്. ആത്മവിശ്വാസത്തോടു കൂടി ഓരോ കാര്യങ്ങളെ ഏറ്റെടുത്ത് അതിനെ ഏറ്റവും ഫലപ്രാപ്തിയിലെത്തിക്കാൻ നമുക്ക് ഈ ഒരു ഏജ് വളരെ സഹായകരമാണ്. അതുകൊണ്ട് തന്നെ തളർന്നിരിക്കാതെ മുന്നോട്ട് കുതിക്കേണ്ടുന്ന ഒരു പ്രായമാണ്. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടി ഉയരത്തിലൊക്കെ എത്തിക്കാണും. നിങ്ങൾക്കും സമയം വൈകിയിട്ടില്ല. അധികം വൈകാതെ തന്നെ നിങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടേതായ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ്. 10ാമത്തെ കാര്യം ലക്ഷ്യബോധം ഉറയ്ക്കണം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ 20 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല ലക്ഷ്യം വേണം, ഫോക്കസൊക്കെ വേണം. എങ്കിലേ 30-ലെത്തുമ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ചിലരാകട്ടെ 30 എത്തിക്കഴിയുമ്പോഴും തൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് തിരിച്ചറിയാതെ വിഷമിക്കുന്നതായിട്ട് കാണാം. ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. നമ്മൾ കൃത്യമായി 30 വയസ്സെത്തുമ്പോൾ എൻ്റെ ഫോക്കസ് എവിടെയാണ് വേണ്ടത്, ഞാൻ എത്ര കാലം ഇതിനു വേണ്ടിയിട്ട് അധ്വാനിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ചിന്താ പദ്ധതി ഉണ്ടായിരിക്കണം. കാര്യം ഒരാൾക്ക് ഒരു വാഹനം മേടിക്കണം, വിവാഹം നടത്തണം, ഒപ്പം തന്നെ വീട് വയ്ക്കണം, ചെറിയ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടണം. ഇത് ഇത്ര കാലയളവിൽ ഇന്ന രീതിയിൽ ഞാൻ ചെയ്തു തീർക്കും എന്നുള്ള കൃത്യമായ പ്ലാനിങ് 30 വയസ്സ് കടന്ന ഒരാൾക്ക് ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് അയാളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കരുത്ത് നീക്കി വയ്ക്കണം. എങ്കിൽ മാത്രമേ ഇയാളുടെ മുന്നിലുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 30കൾ ഏറ്റവും ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 10 കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ കഠിനമായിട്ട് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ നിത്യേന ഇത് പരിശ്രമിക്കുകയാണെങ്കിൽ ഇത് ലളിതമായിട്ട് മാറുന്ന ഒന്നായിരിക്കും. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരേ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് നിങ്ങൾ ചെയ്യുക. ആർക്കും തന്നെ ജീവിതത്തെ ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുകയൊന്നുമില്ല. പക്ഷേ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിലുള്ള നിരന്തരമായിട്ടുള്ള പ്രയത്നം കൊണ്ട് ജീവിതത്തിൻ്റെ ഗതി നമുക്ക് ഏവർക്കും മാറ്റാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് എൻ്റെ ജീവിതം അങ്ങനെ ആയില്ല എന്നൊന്നും ചിന്തിച്ചിരിക്കരുത്. കാര്യം ഓരോരുത്തരുടെയും വഴിത്താര വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് നേരത്തെ കിട്ടിയത് നമുക്ക് കുറച്ച് വൈകിട്ടായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അതിനോർത്ത് വിഷമിക്കേണ്ടതില്ല. ഇന്നലെ ഉണ്ടായിരുന്ന നിങ്ങളെക്കാൾ നല്ല ഒരാളാണ് ഇന്നുള്ള നിങ്ങൾ എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. നാളെ ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ള ഒരാളായിട്ട് മാറാൻ പോവുകയാണെന്ന് മനസ്സിൽ കരുതുക. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 30 വയസ്സ് കഴിഞ്ഞ സുഹൃത്തുക്കൾക്കോ ബന്ധുവിനൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അവരുടെ ജീവിതത്തിലും ഒരു മാറ്റം വരുത്താൻ നിങ്ങൾ മൂലം കഴിയുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇത്തരത്തിലുള്ള പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.